എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നാം മെനിറ്റ് മൊഡ്യൂൾ കുറിച്ച് പഠിക്കാൻ പോകുന്നു. അപ്പോൾ മെനിറ്റ് മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം നീത എന്നത് എന്താണ്. നീത എന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതുപോലെ ഈ മുഴുവൻ മൊഡ്യൂളും കസ്റ്റമർമാരുമായുള്ള ബന്ധങ്ങൾ മാനേജ് ചെയ്യാനും വളർത്താനുമാണ്. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നാം എങ്ങനെ ലീഡുകൾ മാനേജ് ചെയ്യാം, എങ്ങനെ കസ്റ്റമർമാരുമായി ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യാം, ഒരു കസ്റ്റമറിന് എങ്ങനെ ഒന്നിലധികം കോൺടാക്റ്റുകൾ മാനേജ് ചെയ്യാം എന്നതും പഠിക്കും. അലൈൻ ബുക്സിന്റെ മിത വിപുലമായ ഫീച്ചറുകളും ഓപ്ഷനുകളും നൽകുന്നു. അവയൊന്നൊന്നായി നാം ഓരോ ഘട്ടത്തിലും അലൈൻ ബുക്സ് സോഫ്റ്റ്വെയറിൽ തന്നെ പരിശോധിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മിനിറ്റ് ഭാഗം തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് മിനിറ്റ് മൊഡ്യൂളിൽ കാണാം, ഇവിടെ നിരവധി ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നാം തുടങ്ങുന്നത് മാനേജ് ലീഡ് എന്നതോടെയാണ്. ഇതാണ് ലീഡ് ഡാഷ്ബോർഡ്. നാം സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന ഏത് പ്രോസ്പെക്റ്റ് അല്ലെങ്കിൽ ലീഡും നേരിട്ട് ഈ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു ലീഡ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒരു പ്രോസ്പെക്റ്റ് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരു പ്രോസ്പെക്റ്റ് എന്നത് അടിസ്ഥാനപരമായി ഒരു ഉപഭോക്താവിന്റെ വിവരങ്ങളുടെ ഭാഗമാണ്. അത് നാം ലീഡായി മാറ്റുന്നതിന് മുമ്പ് സോഫ്റ്റ്വെയറിൽ പൂരിപ്പിക്കേണ്ടതാണ്. ഒരു പ്രോസ്പെക്റ്റ് സൃഷ്ടിക്കാൻ മുകളിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. പ്രോസ്പെക്റ്റ് മാസ്റ്ററിൽ ഉപഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും നാം ശേഖരിക്കാം. നമുക്ക് ഉള്ള എല്ലാ വിവരങ്ങളും ഇവിടെ നാം രേഖപ്പെടുത്തും. ഉദാഹരണത്തിന് ഉപഭോക്താവിന്റെ പേര്, കോൺടാക്റ്റ് വ്യക്തി എന്നിവ ഇവിടെ നാം രേഖപ്പെടുത്താം. ഇത് അതേ വ്യക്തിയാണോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാണോ എന്നത് നാം വ്യക്തമാക്കാം. അതിനു പുറമെ നിങ്ങൾക്ക് ദര നമ്പർ, നര നമ്പർ, ടബർ നമ്പർ അല്ലെങ്കിൽ അവരുടെ ടേൺഓവർ പോലുള്ള അധിക വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവയും ഇവിടെ പൂരിപ്പിക്കാം. എന്നാൽ വ്യക്തമാക്കാൻ ഈ വിവരങ്ങൾ നിർബന്ധമായതല്ല. പ്രോസ്പെക്റ്റ് മാസ്റ്ററിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര കൂടുതൽ വിവരങ്ങൾ ഇവിടെ പൂരിപ്പിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം ഫോൺ നമ്പർ. എപ്പോഴും ഓർമ്മിക്കുക, ഫോൺ നമ്പർ നിർബന്ധമായ ഒരു ഫീൽഡാണ്. അതിനാൽ നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റ് സൃഷ്ടിക്കുമ്പോൾ ഇവിടെ കോൺടാക്റ്റ് നമ്പർ നിർബന്ധമായും നൽകണമെന്ന് ഉറപ്പാക്കണം. കാരണം പിന്നീട് നിങ്ങൾ പ്രോസ്പെക്റ്റിനെ ലീഡായി മാറ്റുമ്പോൾ നിങ്ങളുടെ കസ്റ്റമറുമായി സംവദിക്കാൻ ഈ ഫോൺ നമ്പർ ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഫോൺ നമ്പർ നിർബന്ധമായും ആവശ്യമാണ്. ഇതിനു പുറമെ വിലാസം, ഇമെയിൽ ഐഡി, വെബ്സൈറ്റ് വിശദാംശങ്ങൾ, ആവശ്യമെങ്കിൽ കസ്റ്റമറുടെ ബാങ്ക് വിശദാംശങ്ങൾ എന്നിവയും നാം നൽകാം. പ്രോസ്പെക്റ്റ് മാസ്റ്ററിൽ എല്ലാ ആവശ്യമായ വിവരങ്ങളും നൽകിക്കഴിഞ്ഞാൽ നാം പ്രോസ്പെക്റ്റ് സേവ് ചെയ്യുന്നു. പ്രോസ്പെക്റ്റ് സൃഷ്ടിച്ചതിനു ശേഷം നാം ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അടിസ്ഥാനത്തിൽ നാം കസ്റ്റമറുമായി ബന്ധപ്പെടുകയും ഈ പ്രാഥമിക സംവാദത്തിൽ അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നാം മുന്നോട്ട് പോയി പ്രോസ്പെക്റ്റിനെ ലീഡായി മാറ്റുന്നു. അതിനാൽ ഒരു പ്രോസ്പെക്റ്റിനെ ലീഡായി മാറ്റുന്നത് വളരെ എളുപ്പമാണ്. ഇവിടെ മേധ ദേഗ എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക മാത്രം. നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്റ്റ് ഡ്രോപ്പ് ഡൗൺ കാണാം. നിങ്ങൾ മുമ്പ് സൃഷ്ടിച്ച എല്ലാ പ്രോസ്പെക്റ്റുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ലീഡായി മാറ്റാൻ ആഗ്രഹിക്കുന്ന പ്രോസ്പെക്റ്റ് ഏതാണോ അത് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഇത് വളരെ ലളിതമാണ്. അതിനാൽ നിങ്ങൾ ലീഡായി മാറ്റാൻ ആഗ്രഹിക്കുന്ന പ്രോസ്പെക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ഫീൽഡുകൾ കാണപ്പെടുന്നതും ഈ ലീഡിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നതും നിങ്ങൾ ശ്രദ്ധിക്കും. നമുക്ക് ഈ ഫീൽഡുകൾ ഒന്ന് വീതം നോക്കാം. ഈ പ്രോസ്പെക്റ്റിനായി നിങ്ങൾക്ക് ഒരു യുണീക്ക് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ നൽകാം. നിങ്ങൾക്ക് ക്യാമ്പയിൻ ട്രാക്കിംഗ് വിശദാംശങ്ങൾ നൽകാനുള്ള ഓപ്ഷനുകളും കാണാം. ഉദാഹരണത്തിന് ഡേറ്റ സോഴ്സ്, ഡാറ്റ മീഡിയം, ക്യാമ്പയിൻ നെയിം, ക്രിയേറ്റീവ് ഐഡി എന്നിവ. ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? ഇന്ന് നാം ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നിരവധി മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നടത്തുന്നു. ഈ ക്യാമ്പയിനുകളിൽ നിന്ന് നമുക്ക് വിവിധ ഇൻക്വയറികൾ ലഭിക്കുന്നു. അതിനാൽ ഈ ടാഗ് ഫീൽഡുകൾ വഴി ലീഡ് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം ചർച്ചാക്കുറിപ്പുകൾ നൽകാനുള്ള ഒരു ഫീൽഡും ഉണ്ട്. ക്ലയന്റുമായി അവരുടെ ആവശ്യകതകളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തതെല്ലാം ഇവിടെ എഴുതാം. ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ലീഡ് മറ്റൊരു ടീം അംഗത്തിന് കൈമാറുമ്പോഴും ഈ കുറിപ്പുകൾ വളരെ ഉപകാരപ്പെടും. അടുത്തത് ബിസിനസ് സെക്ടർ ഫീൽഡാണ്. കസ്റ്റമർമാർ കൺസ്ട്രക്ഷൻ, ഫാർമ, ഗ്രോസറി, റീറ്റെയിൽ പോലുള്ള വിവിധ വ്യവസായങ്ങളിൽ നിന്നാകാം വരുന്നത്. അതിനാൽ ബന്ധപ്പെട്ട ബിസിനസ് സെക്ടർ ഇവിടെ വ്യക്തമാക്കാം.
അത് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പ്ലസ് കീ ഉപയോഗിച്ച് പുതിയതും എളുപ്പത്തിൽ ചേർക്കാം. അതിനുശേഷം ഉണ്ട് പ്രൊഡക്റ്റ് റവന്യൂ വിഭാഗം. കസ്റ്റമർ ചെയ്യുന്ന ജോലിയുടെ തരം എന്താണ്, അവരുടെ വരുമാനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതെല്ലാം ഇവിടെ നിർവചിക്കാം. അവർക്ക് താൽപ്പര്യമുള്ള പ്രൊഡക്റ്റ് ബ്രാൻഡും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ലീഡ് ഒരു ഇന്റേണൽ ടീം അംഗം അല്ലെങ്കിൽ പാർട്ണർ വഴി റെഫർ ചെയ്തതാണെങ്കിൽ ആ വ്യക്തിയെ മാപ്പ് ചെയ്യാൻ പാർട്ണർ ഫീൽഡുമുണ്ട്. ദയവായി ഇതിനകം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ യൂസേഴ്സും എംപ്ലോയീസും ഇവിടെ ലഭ്യമായിരിക്കും, അതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിലേക്ക് പോവുകയാണ്. ടെക്നിക്കൽ കോൺടാക്റ്റ് പേഴ്സൺ, കൊമേഴ്ഷ്യൽ കോൺടാക്റ്റ് പേഴ്സൺ എന്നിവയെല്ലാം നിങ്ങൾക്ക് നൽകാം. അതുപോലെ ഒരേ ഓർഗനൈസേഷനിൽ നിന്നുള്ള പലരുണ്ടെങ്കിൽ അവരെയൊക്കെ ഇവിടെ ചേർക്കാനും കഴിയും. പല കോൺടാക്റ്റുകളെയും കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഫോം വളരെ ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് വരുന്നത്, അതാണ് കോളർ ഡാറ്റ്. ഓരോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലും സാധാരണയായി സീനിയർ സ്റ്റാഫ് അല്ലെങ്കിൽ സെയിൽസ് ഹെഡ്സ് ഉണ്ടാകും. അവർ അവരുടെ ടീമിന്റെ ലീഡുകൾ മേൽനോട്ടം വഹിക്കും. കോളർ ഡാറ്റ സെക്ഷനിൽ ഒരു ലീഡിന്റെ പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്ന ലീഡ് ഓണറിന് പുറമെ ആ ലീഡുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയേണ്ട ഒരാളെയോ അതിലധികം ആളുകളെയോ നിങ്ങൾക്ക് നിയോഗിക്കാം. അതേ, ഓണർ എപ്പോഴും ഒരാളാണ്, പക്ഷേ കോളർ ഡാറ്റയിൽ ആ ലീഡിനെ പിന്തുണയ്ക്കുന്നവരെയോ ഫോളോ അപ്പ് ചെയ്യുന്നവരെയോ ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നാം സ്റ്റേജുകളും സബ്സ്റ്റേജുകളും കുറിച്ച് സംസാരിക്കാം. ലീഡ് ട്രാക്കിംഗിന് ഇവ വളരെ നിർണായകമാണ്. നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിനെ അടിസ്ഥാനമാക്കി ഇനിഷ്യൽ കോളുകൾ, ഡെമോ നൽകിയിരിക്കുന്നു, ഫോളോ അപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള കസ്റ്റം സ്റ്റേജുകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാം. സബ് സ്റ്റേജുകൾ ഉപയോഗിച്ച് കൂടുതൽ വിശദമായ ട്രാക്കിംഗ് സാധ്യമാണ്. ഇവ സൃഷ്ടിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കസ്റ്റം എൻട്രികൾ ചേർക്കാൻ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചാൽ മതി. അടുത്ത ആക്ഷൻ തീയതിയും ഞങ്ങൾക്കുണ്ട്, അതിലൂടെ ഈ ലീഡുമായി അടുത്ത ഘട്ടം എപ്പോൾ നടക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത ആക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിമാർക്കുകളും ചേർക്കാം. കറൻസി. അതെ, നിങ്ങളുടെ കസ്റ്റമർ തെരിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറൻസിയിൽ ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അതു ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാക്കാം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഡീൽ മൂല്യവും ഈ ഡീൽ എത്രമാത്രം വിലയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നതും കൂടാതെ പ്രതീക്ഷിക്കുന്ന ക്ലോഷർ തീയതിയും ചേർക്കാം. ഇത് സെയിൽസ് ഫോർകാസ്റ്റിംഗിന് സഹായകരമാണ്. ഇതിനു പുറമെ എക്സിസ്റ്റിംഗ് ബിസിനസ് കസ്റ്റമർ, സ്ട്രാറ്റജിക് അക്കൗണ്ട്, പബ്ലിക് സ്റ്റാൻഡേർഡ്, ഇൻ-ഹൗസ് കമ്മ്യൂണിറ്റി, ഡെലിവറി പാർട്ണർ, ആവശ്യമായ ഡെലിവറി പാർട്ണർ, അലൈൻഡ് എന്നിങ്ങനെയുള്ള നിരവധി സഹായകരമായ ചെക്ക് ബോക്സുകളും ഉണ്ട്. ഈ ഫീൽഡുകൾ ഉപഭോക്താവിന്റെ പ്രൊഫൈൽ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതിനേക്കാൾ പ്രധാനമായി ശക്തമായ റിപ്പോർട്ടിംഗിനും സെഗ്മെന്റേഷനും അവസരം നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഉൽപ്പന്നം ഇവിടെ തിരഞ്ഞെടുക്കാനോ ചേർക്കാനോ കഴിയും. അതുപോലെ ഈ കസ്റ്റമറുമായി അല്ലെങ്കിൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സഹായകമായ ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകിക്കഴിഞ്ഞാൽ ലീഡ് സേവ് ചെയ്യാൻ മുന്നോട്ട് പോവാം. സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഡാഷ്ബോർഡ് റിഫ്രഷ് ചെയ്യാം. അതിനുശേഷം പുതിയ ലീഡ് നിങ്ങളുടെ ലീഡ് ഡാഷ്ബോർഡിൽ നേരിട്ട് കാണാം. ശരി, ഇനി മുന്നോട്ട് പോകുമ്പോൾ നാം വിജയകരമായി ഒരു ലീഡ് സൃഷ്ടിച്ചു കഴിഞ്ഞു. അടുത്ത ഘട്ടം ഉപഭോക്താവുമായി ഇടപെടലുകൾ മാനേജ് ചെയ്യുന്നതാണ്. ഇതിൽ ഫോളോ അപ്പുകൾ, ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യൽ, അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യൽ എന്നിവ ഉൾപ്പെടും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ ഓരോ ലീഡിനും പക്കൽ ഒരു ചെറിയ ആരോ കീ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഡെൻഗകൾ തേവസ് എബ്ലേഗ എന്നിങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ആദ്യമായി കമ്മ്യൂണിക്കേഷൻ ലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങാം. കമ്മ്യൂണിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ സെയിൽസ് പേഴ്സൺ ഉപഭോക്താവുമായി ഫോളോ അപ്പ് ചെയ്യുന്നു എന്ന് കരുതാം. ഒരു ലീഡ് ക്ലോസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാം. ഫോളോ അപ്പുകൾ ഒരു ദിവസത്തിൽ പലതവണ സംഭവിക്കാം, 2 തവണ, 3 തവണ അല്ലെങ്കിൽ 10 തവണ പോലും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ട്രാക്ക് ചെയ്യാം? ഇവിടെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അപ്ഡേറ്റ് വിൻഡോയിൽ നിങ്ങൾക്ക് ഫോളോ അപ്പിന്റെ മോഡ്, അതായത് ഫോൺ കോൾ, ഇമെയിൽ അല്ലെങ്കിൽ സന്ദർശനം ആയിരുന്നോ എന്ന്, സ്റ്റാറ്റസ്, കോൾ കണക്ട് ആയോ അല്ലയോ എന്നിവയും കൂടാതെ ഒരു റിമാർക്ക് ചേർക്കാനും കഴിയും. ഉദാഹരണത്തിന് ഡെമോ നൽകിയിരിക്കുന്നു, പ്രൊപ്പോസൽ പങ്കുവച്ചിരിക്കുന്നു എന്നിങ്ങനെ. ഡൗഡെൻറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഭാഗം. ഓരോ തവണയും നിങ്ങൾ കസ്റ്റമറുമായി സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഉറപ്പാക്കണം. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ തറ്റേഴ്സ് എവിടെയിലേക്ക് പോകുമ്പോൾ ആ ലീഡിന്റെ മുഴുവൻ ചരിത്രവും എല്ലാ കമ്മ്യൂണിക്കേഷനും എല്ലാ ഇടപെടലുകളും ഒരേ സ്ഥലത്ത് കാണാൻ കഴിയും.
ഇത് നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു. ആരാണ് ഫോളോ അപ്പ് ചെയ്തത്, ഇടപാട് എപ്പോൾ നടന്നു, റിമാർക്കുകൾ എന്തായിരുന്നു, ഏത് മോഡ് ഉപയോഗിച്ചു, കണക്ഷൻ വിജയകരമായിരുന്നോ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ എല്ലാം. അതിനാൽ കമ്മ്യൂണിക്കേഷൻ ലോഗുകൾ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ടാസ്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഉദാഹരണത്തിന് ഡെമോ ഷെഡ്യൂൾ ചെയ്യൽ, ഡോക്യുമെന്റുകൾ അയക്കൽ, അല്ലെങ്കിൽ ഫോളോ അപ്പിനായി റിമൈൻഡറുകൾ സജ്ജമാക്കൽ പോലുള്ള കാര്യങ്ങൾ. ആ വിൻഡോയിൽ നിങ്ങൾക്ക് എഴുതരുത് അബദ്ധ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡിനോട് ചില ഡോക്യുമെന്റുകൾ പങ്കിടണമെന്ന് കരുതിയാൽ സാധാരണ ഡെനേവ് അബദ്ധ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വിഷയം നൽകുക. ഉദാഹരണത്തിന് ഒരു ടാസ്ക് ടൈപ്പ് തിരഞ്ഞെടുക്കുക. പ്ലസ് കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കസ്റ്റം ടൈപ്പുകളും സൃഷ്ടിക്കാം. ഒരു ടാർഗറ്റ് തീയതി തിരഞ്ഞെടുക്കുക, കാരണം എല്ലാ ടാസ്കുകളും ഇന്നു തന്നെ ചെയ്യേണ്ടതില്ലല്ലോ, ശരിയാണോ? അതിനാൽ നിങ്ങൾക്ക് ടാസ്കുകൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്യാം. ആവശ്യമായാൽ ഒരു സമയം തിരഞ്ഞെടുക്കുക. ലീഡ് ഓണറിനെ അടിസ്ഥാനമാക്കി സിസ്റ്റം ടാസ്ക് ഓണറെ സ്വയമേവ നിയോഗിക്കും, പക്ഷേ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സഹപ്രവർത്തകരെയും ചേർക്കാം. അതിനുശേഷം പ്രാധാന്യം തിരഞ്ഞെടുക്കുക, ലോ, മീഡിയം അല്ലെങ്കിൽ ഹൈ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാനും കഴിയും. എല്ലാം പൂർത്തിയായാൽ ടാസ്ക് സേവ് ചെയ്യുക. ഇപ്പോൾ ടാസ്ക് വിൻഡോ അടച്ച് ഡാഷ്ബോർഡിലേക്ക് മടങ്ങുക. ടാസ്ക് ഇവിടെ ഓപ്പൺ എന്ന സ്റ്റാറ്റസോടെ പ്രത്യക്ഷപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു സാധാരണമായ ചോദ്യം: ഇന്ന്, നാളെ അല്ലെങ്കിൽ പിന്നീട് ഏത് ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ടീം എങ്ങനെ അറിയും? ഉത്തരം ആകുന്നത് ആക്ടിവിറ്റി മാനേജ്മെന്റാണ്. അതെ, ദിരിയ മൊഡ്യൂളിനുള്ളിൽ ആക്ടിവിറ്റി മാനേജ്മെന്റ് എന്നൊരു പ്രത്യേക വിഭാഗമുണ്ട്. ഇത് ഒരു ശക്തമായ ഡാഷ്ബോർഡാണ്. എല്ലാ ദിവസവും ഉള്ള ടാസ്കുകളും അപ്പോയിന്റ്മെന്റുകളും ഒരിടത്ത് തന്നെ മാനേജ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ ഓപ്പൺ ടാസ്കുകളും അപ്പോയിന്റ്മെന്റുകളും ഒരു ലിസ്റ്റായി ഇവിടെ പ്രത്യക്ഷപ്പെടും. ടാസ്കുകൾ, ലക്ഷ്യതീയതി, ടാസ്ക് സ്റ്റാറ്റസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനാകും, അല്ലെങ്കിൽ ഇന്ന്, നാളെ, ഈ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാം ബ്രൗസ് ചെയ്യാനും കഴിയും. മുകളിൽ നെൽദേർ അൻഡാദ്, തെർദം അടദാദ് തുടങ്ങിയ ഫിൽറ്റർ ടാബുകളുണ്ട്. ഇവിടെ ഒരു വളരെ കൂളായ ഫീച്ചർ ഉണ്ട്. വലതുവശത്ത് ഒരു കലണ്ടർ കാണാം. നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താൽ അത് തീയതിയും സമയവും അനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കായി കാണിക്കും. ദൃശ്യമായി ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ടാസ്ക് പൂർത്തിയാക്കിയതായി കരുതാം. ഇനി എന്ത്? നിങ്ങൾ ആ ടാസ്കിന്റെ അടുത്തുള്ള ഡംഡേഡ് ബട്ടണിലേക്ക് പോയി ഹെഡ്മിഗുദ്ദെതിരെ പോലുള്ള ഒരു റിമാർക്ക് ചേർത്ത് സ്റ്റാറ്റസ് മുഴുക്കൻതേര് അല്ലെങ്കിൽ വബനേത് ആയി അപ്ഡേറ്റ് ചെയ്തതായിട്ട് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം വിൻഡോ റിഫ്രഷ് ചെയ്താൽ ആ ടാസ്ക് ഓപ്പൺ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും, കാരണം അത് ഇപ്പോൾ പൂർത്തിയായതായി മാർക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും കബദിന് ദേഖ വിൻഡോയിലേക്ക് തിരിച്ചു പോയി ലീഡ് വ്യൂ റിഫ്രഷ് ചെയ്ത് തേവസ് എഴുത് വീണ്ടും പരിശോധിക്കാം. ഇപ്പോൾ ടാസ്കിന്റെ സ്റ്റാറ്റസ് മുഴുക്കൻതേര് ആയി മാറിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഈ ടാസ്ക് ട്രാക്കിംഗ് ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ഓപ്പൺ ടാസ്കുകളും പൂർത്തിയായതോ റദ്ദാക്കിയതോ ആയ എല്ലാ ടാസ്കുകളും മാനേജ് ചെയ്യാൻ സഹായിക്കുകയും ഒന്നും മറവിയിൽ പോകാതിരിക്കാൻ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവിടെ പറയേണ്ടത് അപ്പോയിന്റ്മെന്റുകൾ ചേർക്കുന്നതിനും നിങ്ങൾക്ക് ഇതേ പ്രക്രിയ പിന്തുടരാം. എണ്ണിവയ്ക്കുക എന്ന ഓപ്ഷൻ അവിടെ ലഭ്യമാണ്. അത് ക്ലിക്ക് ചെയ്താൽ ടാസ്ക് ക്രിയേഷൻ സ്ക്രീനിലെ ഓപ്ഷനുകൾക്ക് വളരെ സമാനമായിരിക്കും എല്ലാ ഓപ്ഷനുകളും. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് തീയതി ഷെഡ്യൂൾ ചെയ്യാനും ദൈർഘ്യം സെറ്റ് ചെയ്യാനും റിമാർക്കുകളും പങ്കെടുത്തവരെയും ചേർക്കാനും കഴിയും. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യുന്നതും ടാസ്കുകൾ മാനേജ് ചെയ്യുന്നതുപോലെ എളുപ്പമാണ്. ഇപ്പോൾ നാം ലീഡ് സൃഷ്ടിച്ചു, കസ്റ്റമറുമായി ഫോളോ അപ്പ് നടത്തി, ടാസ്കുകളും അപ്പോയിന്റ്മെന്റുകളും മാനേജ് ചെയ്തു. ഇനി എന്താണ് നടക്കുന്നത്? സാധാരണയായി ഈ ഇടപെടലുകൾക്കു ശേഷം കസ്റ്റമർ നിങ്ങളോട് ഒരു കൊട്ടേഷൻ നൽകാൻ ആവശ്യപ്പെടാം. ചിലപ്പോഴൊക്കെ അവർ അതിനെ കൊട്ടേഷൻ, പ്രൊഫോർമ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എന്നിങ്ങനെയും വിളിക്കാം, പക്ഷേ അടിസ്ഥാനത്തിൽ അവയെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ഇപ്പോൾ ഡേറ്റ ഷെഡ്യൂളിൽ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ വേഗമാണ്. നിങ്ങൾക്ക് എൽദയവ് എത്തേക്കത് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യൂ. ഇതാണ് അതിലെ കൂളായ ഭാഗം. സോഫ്റ്റ്വെയർ സ്വയമേവ എല്ലാ ലീഡ് വിവരങ്ങളും എടുക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വീണ്ടും എല്ലാം പൂരിപ്പിക്കേണ്ടതില്ല. കാണുന്ന വിവരങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയം എടുക്കൂ. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കിയാൽ നിങ്ങൾക്ക് കൊട്ടേഷൻ പ്രിന്റ് ചെയ്ത് എളുപ്പത്തിൽ കസ്റ്റമറുമായി പങ്കിടാം. മെറിയ സെക്ഷനിൽ നിന്നു തന്നെ കൊട്ടേഷൻ നൽകാനുള്ള ഏറ്റവും വേഗവും കാര്യക്ഷമവുമായ മാർഗങ്ങളിൽ ഒന്നാണ് ഇത്. അതെ, നിങ്ങളുടെ കൊട്ടേഷൻ ഫോർമാറ്റ് ഇങ്ങനെ തന്നെയായിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് ഇത് ആയി ഡൗൺലോഡ് ചെയ്ത് ഇമെയിൽ, വാട്സാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പങ്കിടാം. അപ്പോൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം.
ഏതേവോ ഇടത്തേക്കാൾ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ലീഡിനെ വേഗത്തിൽ ഔപചാരികമായ ക്വട്ടേഷനായി മാറ്റാൻ കഴിയും. ഇപ്പോൾ ബൾക്ക് അപ്ഡേറ്റുകൾ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഒരു ലീഡിന്റെ കൊളാബറേറ്റർ അല്ലെങ്കിൽ ഓണർ അപ്ഡേറ്റ് ചെയ്യാനോ മാറ്റാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ലീഡും തിരിച്ച് കൈമാറി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായി ഞങ്ങൾ ഷോർട്ട്കട്ടുകൾ നൽകിയിട്ടുണ്ട്. ലീഡിൽ സഹകരിക്കുന്ന വ്യക്തിയെ നിയോഗിക്കാനോ മാറ്റാനോ ക്രിറ്റ്സഗെ അഡ്രസ്സിലെ ഓപ്ഷൻ ഉപയോഗിക്കുക. അതുപോലെ പുതിയ ലീഡ് ഓണറെ നിയോഗിക്കാൻ ക്രിറ്റ്സറിനെ ഉപയോഗിക്കുക. ലിസ്റ്റിൽ നിന്ന് അനുയോജ്യമായ യൂസറെ തിരഞ്ഞെടുക്കുകയും മാറ്റങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യൂ. ടീം ഉത്തരവാദിത്വങ്ങൾ മാറുമ്പോൾ പ്രത്യേകിച്ച് ഉപയോഗപ്രദമായ എളുപ്പവും വളരെ പ്രായോഗികവുമായ ബൾക്ക് മാറ്റങ്ങൾക്കുള്ള ഓപ്ഷനുകളാണിവ. ശരി, ഇനി നിങ്ങളുടെ ലീഡ് യാത്രയിലെ അടുത്ത ലോജിക്കൽ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഒരു ക്വട്ടേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അനുമതി നൽകുന്നു. അവർ നിങ്ങൾക്ക് ഒരു പർച്ചേസ് ഓർഡർ അയയ്ക്കുകയാണ്. അത് അവർ സെയിൽസ് ഓർഡർ സ്ഥിരീകരിക്കാൻ തയ്യാറാണെന്നർത്ഥമാണ്. ഈ ഘട്ടത്തിൽ ലീഡ് ക്ലോസ് ചെയ്യാനുള്ള സമയമാണ്. അത് എങ്ങനെ ചെയ്യാം? അതിന് അതേ ലീഡ് റെക്കോർഡിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ ലഭിക്കും. നിങ്ങളുടെ ലീഡിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ സ്റ്റേജ്, സബ് സ്റ്റേജ് എന്നിവ അപ്ഡേറ്റ് ചെയ്യുക. ഒടുവിൽ സേവ് ചെയ്യുക. ഒരു ലീഡ് ക്ലോസ് ചെയ്തതായി മാർക്ക് ചെയ്താൽ അത് ഇനി നിങ്ങളുടെ പ്രധാന ലീഡ് ഡാഷ്ബോർഡിൽ കാണിക്കില്ല. അത് കാരണം ലീഡ് വിജയകരമായി പൂർത്തിയാക്കിയതോ അല്ലെങ്കിൽ നഷ്ടമായതായി ക്ലോസ് ചെയ്തതോ ആണെങ്കിൽ അതിനാലാണ്. പക്ഷേ കാത്തിരിക്കുക, ഇതിലും കൂടുതൽ ഉണ്ട്. സ്ക്രീനിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ലീഡ് സ്റ്റാറ്റസ് ഫിൽറ്റർ കാണാം. ഈ ഫിൽറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തുറന്ന ലീഡുകൾ, ക്ലോസ് ചെയ്തും നഷ്ടമായതും, ക്ലോസ് ചെയ്തും വിജയിച്ചതും അല്ലെങ്കിൽ ഹോൾഡിലിരിക്കുന്ന ലീഡുകളും മാത്രം കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ലീഡുകൾ ഏത് ഘട്ടത്തിലാണ് എന്നത് വ്യക്തവും വേഗത്തിലുള്ളതുമായ രീതിയിൽ പരിശോധിക്കാൻ സഹായിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമുണ്ട്. സാധാരണയായി നിങ്ങൾ നിങ്ങളുടെ ലീഡുകൾ പട്ടിക രൂപത്തിൽ ഡാറ്റ കോളങ്ങളിലായി ക്രമീകരിച്ചാണ് കാണുന്നത്. പക്ഷേ ഇവിടെ കാർഡ് വ്യൂ എന്നൊരു ഓപ്ഷനും ലഭ്യമാണ്. കാർഡ് വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാറും. ഇപ്പോൾ ഓരോ ലീഡും ഒരു കാർഡായി കാണിക്കും. ഇത് നിങ്ങളുടെ ലീഡുകൾക്ക് കൂടുതൽ ദൃശ്യപരവും സംക്ഷിപ്തവുമായ ഒരു ദൃശ്യാനുഭവം നൽകുന്നു. നിങ്ങളുടെ പ്രവൃത്തി രീതിക്ക് ഏറ്റവും അനുയോജ്യമായ ലേഔട്ട് കോളം വ്യൂ ആണോ കാർഡ് വ്യൂ ആണോ എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതോടെ ഖബറിന് വേഗയ എന്ന ഫംഗ്ഷനാലിറ്റിയുടെ വിശദീകരണം അവസാനിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചതിന്റെ സംഗ്രഹം. നാം ഒരു പ്രോസ്പെക്ട് സൃഷ്ടിച്ചു, അതിനെ ലീഡായി മാറ്റി, കമ്മ്യൂണിക്കേഷൻ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി, ടാസ്കുകളും അപ്പോയിന്റ്മെന്റുകളും സൃഷ്ടിച്ചു, ഒരു ക്വട്ടേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്തു, ഒടുവിൽ ലീഡ് ക്ലോസ് ചെയ്തു. നാം ആക്ടിവിറ്റി മാനേജ്മെന്റും ഉൾപ്പെടുത്തി, എല്ലാ ഫോളോ അപ്പുകളും, ടാസ്കുകളും മീറ്റിംഗുകളും എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് പഠിച്ചു. ശരി, ഇനി മുന്നോട്ട് പോകുമ്പോൾ ദരിദ്രത മേലുള്ള ഒരു അത്യന്തം ശക്തമായ ഫീച്ചറിനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ഹബ്ഫെഗ്ലെ ഇന്റഗ്രേഷൻ. നിങ്ങളുടെ ബിസിനസ് ഹബ്ഫെജിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം കാത്തിരിക്കുന്നു. കാരണം ഹബ്ഫെജിനും ഹബ്ഫെജിനും ഇടയിൽ നേരിട്ടുള്ള ഇന്റഗ്രേഷൻ ഞങ്ങൾ നൽകുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മേധ മോഡ്യൂളിലെ ഹാഡരിയരുടെ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഹബ്ഫെജിലെ ഹാഡരിയറിൽ ക്ലിക്ക് ചെയ്യുക. അത്രയേറെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങളുടെ ഹബ്ഫെജ് അക്കൗണ്ട് ഹബ്ഫെജിലുമായി രജിസ്റ്റർ ചെയ്യുക മാത്രമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഹബ്ഫെജ് ലീഡുകളും നേരിട്ട് ഹബ്ഫെജിന്റെ മേധ മോഡ്യൂളിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതെ, ഇനി നിങ്ങൾക്ക് ഓരോ പ്രോസ്പെക്റ്റും ലീഡും മാനുവലായി സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഈ ഇന്റഗ്രേഷൻ സജ്ജമാക്കിയാൽ ഹബ്ഫെജ് വഴി സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ലീഡുകളും സ്വയമേവ നിങ്ങളുടെ സോഫ്റ്റ്വെയറിലേക്ക് എത്തും. ഇത് വേഗത്തിലാണ്, കാര്യക്ഷമമാണ്, കൂടാതെ വളരെ സമയവും പരിശ്രമവും സംരക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഹബ്ഫെജ് ഇല്ലെന്ന് കരുതുക, പക്ഷേ മറ്റേതെങ്കിലും ഉറവിടത്തിൽ നിന്ന്, ഉദാഹരണത്തിന് നിരവധി പ്രോസ്പെക്റ്റ് അല്ലെങ്കിൽ ലീഡ് റെക്കോർഡുകളുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് പോലുള്ളതിൽ നിന്ന് ബൾക്ക് ഡാറ്റ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ ലറ്റമിത് ഫയലുകൾ ഉപയോഗിച്ച് ബൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും ഹബ്ഫെജ് നൽകുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് ലറ്റമിത് ഇമ്പോർട്ട് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ പ്രോസ്പെക്റ്റുകൾക്കായി നൽകിയിരിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഫോർമാറ്റ് ലറ്റമിതിലായിരിക്കും. ഫയലിൽ വ്യക്തമാക്കിയിരിക്കുന്ന അതേ കോളങ്ങളിലേക്കാണ് നിങ്ങളുടെ ഡാറ്റ നൽകേണ്ടത്. ഉദാഹരണത്തിന് പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, വിലാസം തുടങ്ങിയ ഫീൽഡുകൾ എല്ലാം ഷീറ്റിൽ ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഡാറ്റ ശരിയായി പൂരിപ്പിച്ച ശേഷം ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ഫയൽ ഹബ്ഫെജിലേക്ക് അപ്ലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രോസ്പെക്റ്റുകളും ലീഡുകളും ബൾക്കായി സൃഷ്ടിക്കപ്പെടും.
അതെ, ഞങ്ങൾ പ്രോസ്പെക്റ്റും ലീഡും ഇരുവരുടെയും ഇമ്പോർട്ട് പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ലീഡ് സെക്ഷനിലേക്ക് പോയാൽ അവിടെയും ഡൗൺലോഡ് ഫോർമാറ്റും ഇമ്പോർട്ട് ഓപ്ഷനുകളും കാണാം. അതിനാൽ നിങ്ങൾ സബ്ഫെറ്റിൽ നിന്ന് ലീഡുകൾ ഡൗൺലോഡ് ചെയ്യുകയോ എക്സൽ വഴി അപ്ലോഡ് ചെയ്യുകയോ ചെയ്താലും ഡെൽറ്റർ നിങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകുന്നു. ഇത് വലിയ സമയം ലാഭിക്കുന്ന ഒരു സവിശേഷതയാണ്, പ്രത്യേകിച്ച് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലീഡുകൾ ലഭിക്കുന്ന ബിസിനസ്സുകൾക്കും പഴയ ഡാറ്റ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടവർക്കും. ശരി, ഇനി മുന്നോട്ട് പോവാം. ഇപ്പോൾ ഇനിത് മൊഡ്യൂളിന്റെ റിപ്പോർട്ടിംഗ് കഴിവുകൾ പരിശോധിക്കാം, കാരണം നിങ്ങൾ പല ലീഡുകളും പ്രോസ്പെക്റ്റുകളും ടാസ്കുകളും കമ്മ്യൂണിക്കേഷനുകളും കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വ്യക്തമായ ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായും ആവശ്യമാകും. അതിനായി നമുക്ക് റിപ്പോർട്ട് സെക്ഷനിലേക്ക് പോകാം. മെവ മൊഡ്യൂളിനുള്ളിൽ ഡോണ്ടയാത് ക്ലിക്കു ചെയ്ത ശേഷം ഖഡ്ര ജോണ്ടയാത് തിരഞ്ഞെടുക്കുക. കുറച്ച് സ്ക്രോൾ ചെയ്താൽ ദിരിത ഗോണ്ടയാത് എന്ന ലേബലുള്ള ഒരു പ്രത്യേക വിഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെ ലഭ്യമായതെല്ലാം ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാം. നമുക്ക് 65 കവതയുടെ ജോണർ ഉണ്ട്. ഇത് സൃഷ്ടിച്ച എല്ലാ പ്രോസ്പെക്റ്റുകളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡെയിനെ യഥനെ ഉണ്ട്. നിങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്ത എല്ലാ ലീഡുകളും ഇവിടെ കാണാം. ഡവതെ ജെൻറ്റതനെ, ദാൻഡഹകേത യൻറ്റതനെ, ഡൂക്കുനാക്കതായി, ദലിയ ജോണ്ടേക എന്നിവയും ഉണ്ട്. ഇവയിലൂടെ സംക്ഷിപ്തമായ ഇൻസൈറ്റുകൾ ലഭിക്കും. ഇവയിൽ ഓരോ റിപ്പോർട്ടിനും ശക്തമായ ഫിൽറ്ററുകൾ ഉണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീയതി, ലീഡ് സ്റ്റാറ്റസ്, സ്റ്റേജ്, മറ്റ് നിബന്ധനകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം. ഇപ്പോൾ ഈ ഡാറ്റ അനാലിസിനോ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് വളരെ എളുപ്പമാണ്. നെസമേത ദഫതെ ബട്ടൺ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഡാറ്റ സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ പ്രിന്റ് ചെയ്യാവുന്ന ഒരു പതിപ്പ് വേണമെങ്കിൽ ഡയോ പ്രിന്റ് ഓപ്ഷനും ലഭ്യമാണ്. ഇനി ഇതിലും കൂളായ ഒരു കാര്യം, റിപ്പോർട്ട് വിൻഡോയിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് നിങ്ങളുടെ ടീമിലേക്ക് ഇമെയിൽ ചെയ്യാം. മെയിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സ്വീകരിക്കുന്നവരുടെ ഇമെയിൽ അഡ്രസ് നൽകുക, അയയ്ക്കുക. അതുമാത്രം അല്ല, നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് ദയതോന്നിലും ഷെയർ ചെയ്യാം. അതിനാൽ നിങ്ങൾ മീറ്റിംഗിലായാലും റിമോട്ട് ആയി ജോലി ചെയ്യുകയായാലും യാത്രയിലായാലും നിങ്ങളുടെ ഡാറ്റ എപ്പോഴും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും കഴിയും. ഇതുപോലെ തന്നെ ഇവിടെ ജോണിലും ലഭ്യമാണ്. ഈ റിപ്പോർട്ട് നിങ്ങളുടെ എല്ലാ ലീഡുകളുടെയും ഒരു സംക്ഷിപ്ത അവലോകനം നൽകുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫിൽറ്ററുകൾ, ഉദാഹരണത്തിന് തീയതി പ്രകാരം, പ്രയോഗിച്ച് നിർദ്ദിഷ്ട ഡാറ്റ കാണാൻ കഴിയും. ലീഡ് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ലീഡുകൾ ക്ലോസ് ചെയ്താണോ, ഓപ്പണാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലാണോ എന്നതിനെ അടിസ്ഥാനമാക്കി വിവരങ്ങൾ പ്രദർശിപ്പിക്കും. അതുകൂടാതെ ഉണ്ട്. അവയിൽ നിങ്ങൾക്ക് എല്ലാ ഷെഡ്യൂൾ ചെയ്ത ടാസ്കുകളും വിശദമായി വിശകലനം ചെയ്യാൻ കഴിയും. കൂടാതെ ഡൂക്കവും ലഭ്യമാണ്. അതിലൂടെ നിങ്ങളുടെ ടീം കസ്റ്റമർമാരുമായി നടത്തിയ എല്ലാ ഇടപാടുകളും കാണാൻ കഴിയും. ഈ എല്ലാ വിവരങ്ങളും റിപ്പോർട്ടിംഗ് സെക്ഷനിൽ വളരെ സൗകര്യപ്രദമായി ലഭ്യമാണ്. അടുത്തതായി മറ്റൊരു വളരെ ഉപകാരപ്രദമായ ടൂളിലേക്ക് പോകാം, ദുരവം കബതകേര. ഇത് നിങ്ങളുടെ കസ്റ്റമർമാരുമായി, വെണ്ടർമാരുമായി, യൂസർമാരുമായി, ജീവനക്കാരുമായി ബന്ധം നിലനിർത്താൻ വളരെ സഹായകരമാണ്. അതിനാൽ ദുരവം കവറിനിലേക്ക് പോകൂ. ഇവിടെ എല്ലാ മാസ്റ്റർ ടൈപ്പുകളിലെയും കസ്റ്റമർമാർ, വെണ്ടർമാർ, ജീവനക്കാർ, യൂസർമാർ, നിങ്ങളുടെ എല്ലാ കോൺടാക്റ്റ് വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബൾക്ക് ഡേറ്റ അയയ്ക്കാനും പ്രൊമോഷണൽ സന്ദേശങ്ങൾ പങ്കിടാനും അല്ലെങ്കിൽ പിറന്നാൾ, വാർഷികം പോലുള്ള ആശംസകൾ അയയ്ക്കാനും കഴിയും. എല്ലാ കോൺടാക്റ്റുകൾക്കും ഒരുമിച്ച് എന്തെങ്കിലും അയയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബൾക്ക് മോഡ് ഉപയോഗിക്കുക. പിറന്നാൾ ആശംസ പോലുള്ള വ്യക്തിപരമായ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വീതം അയയ്ക്കാനും കഴിയും. ഇപ്പോൾ വലതുവശത്ത് ഖഡ്രു ചാതത് എന്ന മെനു ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിന് ഇമെയിൽ അയയ്ക്കാനും ഡേറ്റ അയയ്ക്കാനും ദീർഘദൂര സന്ദേശം അയയ്ക്കാനും അല്ലെങ്കിൽ അവരുടെ കോൺടാക്റ്റ് വിവരങ്ങളോടുകൂടി ലേബൽ പ്രിന്റ് ചെയ്യാനും കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഭൗതികമായി ഒരു ഗിഫ്റ്റ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ കോൺടാക്റ്റ് ചേർക്കണമെങ്കിൽ വേണ്ടത് ചെയ്യാൻ കോൺടാക്റ്റ് ബുക്കിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുക, വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ ഒരു രസകരമായ കാര്യം കൂടി ഉണ്ട്. താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ സെക്ഷൻ കാണാം. ഉദാഹരണത്തിന് ഇന്ന് ആരുടെ പിറന്നാളാണ് അല്ലെങ്കിൽ ഇന്ന് ആരുടെ വാർഷികമാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധ്യമായ ഫിൽറ്റർ തിരഞ്ഞെടുക്കുക. ഉടൻ തന്നെ എല്ലാ അനുയോജ്യമായ കോൺടാക്റ്റുകളും കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വെറും കുറച്ച് ക്ലിക്കുകളിൽ ബൾക്ക് ആശംസകൾ അയയ്ക്കാം. സംക്ഷിപ്തമായി പറയുമ്പോൾ കോൺടാക്റ്റ് മാനേജ്മെന്റ് പ്രൊമോഷണൽ അല്ലെങ്കിൽ സീസണൽ സന്ദേശങ്ങൾ അയയ്ക്കാനും വ്യക്തിഗത ഉപഭോക്തൃ ബന്ധങ്ങൾ നിലനിർത്താനും ദീർഘകാല ബന്ധങ്ങൾ നിർമ്മിക്കാനും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ടൂളാണ്.
ഇത് പേരുകളും നമ്പറുകളും സൂക്ഷിക്കുന്നതിലുപരി ഒന്നാണ്. നിങ്ങളുടെ മുഴുവൻ ഇക്കോസിസ്റ്റവുമായി ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു എൻഗേജ്മെന്റ് ടൂളാണ് ഇത്. ഇപ്പോൾ നാം ഇന്നത്തെ സേവനമേധാവിത്വമുള്ള ലോകത്തിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം: കസ്റ്റമർ കെയർ, അല്ലെങ്കിൽ ടിക്കറ്റ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നതും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സമയബന്ധിതമായ സേവനം നൽകുന്നതാണ് ഉപഭോക്തൃ സംതൃപ്തിക്ക് പ്രധാനമായത്. അതിനാൽ ഒരു ഉപഭോക്താവ് ഒരു ചോദ്യം ഉന്നയിക്കുകയോ സംശയം പ്രകടിപ്പിക്കുകയോ പരാതിയൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ ആ ടിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു സംവിധാനം ആവശ്യമുണ്ട്. അതാണ് ഈ ഫീച്ചർ നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഞാനിത് മോഡ്യൂളിൽ മഴയ എന്നതിലേക്ക് പോകുക, പിന്നെ മേമ അക്കമത് ക്ലിക്ക് ചെയ്യുക. നിലവിലുള്ള ഉപഭോക്താവിൽ നിന്ന് വരുന്ന ഏത് പ്രശ്നവും നിങ്ങൾ ഇവിടെ ലോഗ് ചെയ്യാം. നമുക്ക് ഫീൽഡുകൾ ഒന്ന് നോക്കാം. ഒരു വിഷയം നൽകുക, ഉദാഹരണത്തിന് ഉൽപ്പന്ന പ്രശ്നം. പിന്നീട് പ്രശ്നം വിശദീകരണം ഫീൽഡിൽ വിശദമായി എഴുതുക. ഇപ്പോൾ പ്രശ്നത്തിന് ഒരു വിഭാഗം നിർവചിക്കാനും നിങ്ങൾക്ക് കഴിയും, ഉദാഹരണത്തിന് ടെക്നിക്കൽ, ബില്ലിംഗ്, ജനറൽ തുടങ്ങിയവ. ആവശ്യമായാൽ ഒരു ഉപവിഭാഗവും നൽകാം. പ്രശ്നം ബന്ധപ്പെട്ടിരിക്കുന്ന ഉൽപ്പന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഓണർ നിയോഗിക്കുക. ഈ ടിക്കറ്റ് പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇതു. സാധാരണയായി ടിക്കറ്റ് സ്റ്റാറ്റസ് ഓപ്പൺ ആയിരിക്കും, പക്ഷേ ടിക്കറ്റിന്റെ ലൈഫ് സൈക്കിളിനെ ആശ്രയിച്ച് പിന്നീട് നിങ്ങൾക്ക് അതിനെ ഇൻ പ്രോസസ്, ഓൺ ഹോൾഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് എന്നിങ്ങനെയും മാറ്റാം. നിങ്ങൾക്ക് സഹപ്രവർത്തകരെയും അഥവാ ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയേണ്ട ആളുകളെയും നിയോഗിക്കാനും ആവശ്യമായ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ അറ്റാച്ച് ചെയ്യാനും കഴിയും. എല്ലാം പൂരിപ്പിച്ച ശേഷം ടിക്കറ്റ് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് റിഫ്രഷ് ചെയ്യാം. ഇതാ കാണാം, യൂണീക്ക് ടിക്കറ്റ് നമ്പറോടുകൂടി ടിക്കറ്റ് കസ്റ്റമർ കെയർ ഡാഷ്ബോർഡിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ടിക്കറ്റ് ഉപഭോക്താവിന്റെ പ്രശ്നം, സംശയം അല്ലെങ്കിൽ പരാതിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ അത് ഔദ്യോഗികമായി നിങ്ങളുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ ടീം ഒരു പരിഹാരം കണ്ടെത്തിയ ശേഷം നിങ്ങൾക്ക് വീണ്ടും ടിക്കറ്റിലേക്ക് പോയി ആക്ഷനിയെ ക്ലിക്ക് ചെയ്ത് ഒരു റിമാർക്ക് ചേർക്കാനും ടിക്കറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും അത് ക്ലോസ്ഡ്, ഇൻ പ്രോസസ്, ഓൺ ഹോൾഡ് തുടങ്ങിയതാകാം. പിന്നെ സേവ് ക്ലിക്ക് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഒരു അത്യന്തം ആധുനികവും കൂളുമായ ഫീച്ചർ വരുന്നു. കസ്റ്റമർ കെയർ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് -2 ബട്ടൺ ഉപയോഗിച്ച് നേരിട്ട് ഒരു ഫോൺ കോളിന് തുടക്കം കുറിക്കാനാകും. ഇതിലൂടെ നിങ്ങൾക്ക് എബെജർവത സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ ഉപഭോക്താവിനെ നേരിട്ട് വിളിക്കാനാകും. അതിലും മികച്ചത്, അതേ സ്ക്രീനിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഉപഭോക്താവിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും കഴിയും. അതിനാൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ആകട്ടെ, സപ്പോർട്ട് പ്രോസസ്സിൽ ഉപഭോക്താവുമായി ബന്ധം നിലനിർത്തുന്നത് എളുപ്പവും സ്മൂത്തുമാണ്. സംഗ്രഹമായി പറയുമ്പോൾ, ലെ കസ്റ്റമർ കെയർ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ടിക്കറ്റുകളായി രജിസ്റ്റർ ചെയ്യാനും അവയെ ഉടമകൾക്കും സഹപ്രവർത്തകർക്കും ഏൽപ്പിക്കാനും അവയുടെ നില പരിശോധിക്കാനും പരിഹരിച്ചാൽ നടപടി സ്വീകരിക്കാനും ഉപഭോക്താവുമായി ഫോൺ കോളിലൂടെയോ വാട്സാപ്പിലൂടെയോ ആശയവിനിമയം നടത്താനും ഒരു ചോദ്യം പോലും മറുപടി ലഭിക്കാതെ പോകാതിരിക്കാൻ ഉറപ്പാക്കാനും സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ മേഖലയ്ക്ക് നേരിട്ട് സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു സമ്പൂർണ്ണ തുടക്കം മുതൽ അവസാനം വരെ ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇലത് മോഡ്യൂളിലെ ഏറ്റവും ശക്തമായ ഭാഗങ്ങളിലൊന്നായ അനലിറ്റിക്സ് ഡാഷ്ബോർഡുകൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് മേധ അനലിറ്റിക്സ് ഡാഷ്ബോർഡ് ഉണ്ട്. ഈ ഡാഷ്ബോർഡ് നിങ്ങളുടെ എല്ലാ മേധ ഡാറ്റയുടെയും സംക്ഷിപ്ത ദൃശ്യാവലോകനം നൽകുന്നു. പ്രകടനം നിരീക്ഷിക്കാനും വിവരാധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഇത് അനുയോജ്യമാണ്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് തുറക്കാം. ഇവിടെ നിങ്ങളുടെ ഡാറ്റയുടെ ഒരു ഗ്രാഫിക്കൽ പ്രതിനിധാനം നിങ്ങൾക്ക് കാണാം. മൊത്തം ലീഡുകളുടെ എണ്ണം, എത്ര ലീഡുകൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം പുരോഗമനത്തിലാണ്, എത്ര എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര എണ്ണം ഇപ്പോൾ ഹോൾഡിലുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണാം. സെയിൽസ്മാൻ അടിസ്ഥാനത്തിലുള്ള വിഭജനം, കസ്റ്റമർ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ, പ്രതീക്ഷിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ എന്നിവയും നിങ്ങൾക്ക് കാണാൻ കഴിയും. സൈറ്റ് പാനലിൽ മൊത്തം അക്കൗണ്ടുകളുടെ സംക്ഷിപ്ത അവലോകനവും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബിസിനസിന്റെ പ്രകടനവും നിങ്ങളുടെ ലീഡുകളുടെ നിലയും എളുപ്പത്തിൽ ദൃശ്യരൂപത്തിൽ അറിയാൻ ഇതൊരു മികച്ച മാർഗമാണ്. ബിസിനസ് വളർച്ച, കസ്റ്റമർ എൻഗേജ്മെന്റ്, സെയിൽസ് പൈപ്പ്ലൈൻ എന്നിവ ഒറ്റനോട്ടത്തിൽ വിശകലനം ചെയ്യേണ്ടിവരുന്ന ടീം ലീഡർമാർക്കും മാനേജർമാർക്കും ഉടമകൾക്കും ഇത്തരത്തിലുള്ള ഡാഷ്ബോർഡ് വളരെ ഉപകാരപ്രദമാണ്. ഇനി മറ്റൊരു അത്രയേറെ ഉപകാരപ്രദമായ ഡാഷ്ബോർഡ്, അതായത് കസ്റ്റമർ ഡാഷ്ബോർഡ് കുറിച്ച് സംസാരിക്കാം. ഡാഷ്ബോർഡ് സാധ്യതകളെയും ലീഡുകളെയും കേന്ദ്രീകരിച്ചുള്ളതാണെങ്കിൽ കസ്റ്റമർ ഡാഷ്ബോർഡ് നിലവിലുള്ള ക്ലയന്റുകൾക്കായാണ്, അതായത് നിങ്ങൾ ഇതിനകം ഇടപാടുകൾ പൂർത്തിയാക്കിയവർക്കായി. നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെയും മൊത്തം സെയിൽസ് തുക, മൊത്തം കളക്ഷനുകൾ,
നിലവിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നിവ കാണിക്കുന്ന ഗ്രാഫിക്കൽ വ്യൂകൾ നിങ്ങൾക്ക് ലഭിക്കും. അടിയിൽ നിലവിലെ ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻവോയ്സുകൾ, പേയ്മെന്റ് ഹിസ്റ്ററി പോലുള്ള വിശദമായ കസ്റ്റമർ വിവരങ്ങളും കാണാം. ഇപ്പോൾ ഇതാണ് അത്ഭുതം. വേറെ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കേണ്ടതില്ലാതെ ഒരു കസ്റ്റമറിന്റെ എല്ലാ പ്രധാന സാമ്പത്തിക റിപ്പോർട്ടുകളും ഈ ഒറ്റ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ഒരു ലെഡ്ജർ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ കസ്റ്റമറിന്റെ മുഴുവൻ ലെഡ്ജറും നിങ്ങൾക്ക് കാണാം. അതിനടുത്ത് ട്രെയിൽ ഓപ്ഷൻ ഉണ്ട്. അവിടെ കസ്റ്റമർ നടത്തിയ എല്ലാ ഇടപാടുകളും പരിശോധിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് ബില്ലുകൾ കാണണോ? ഔട്ട്സ്റ്റാൻഡിംഗ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ലിസ്റ്റും ഉടൻ തന്നെ കാണാം. ഇനി ഇതിലും കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു ഫീച്ചർ, ഏജിംഗ് അനാലിസിസ്. ഒരു ക്ലിക്കിൽ തന്നെ കസ്റ്റമറുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡാറ്റ തീയതി അനുസരിച്ച് വിഭജിച്ചാണ് കാണുന്നത്. 0 മുതൽ 30 ദിവസം വരെ, 31 മുതൽ 60 ദിവസം വരെ, അല്ലെങ്കിൽ 90 ദിവസത്തേക്കാൾ കൂടുതൽ വൈകിയതോ എന്നിങ്ങനെ. പേയ്മെന്റുകൾ എത്ര കാലമായി പെൻഡിംഗ് ആണെന്ന് മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ ഫോളോ അപ്പ് നടപടികൾ എടുക്കാനും ഇത് സഹായിക്കും. ഔട്ട്സ്റ്റാൻഡിംഗിനായി ഒരു റിപ്പോർട്ട്, ട്രയലിനായി മറ്റൊന്ന്, ലെഡ്ജറിനായി വേറൊന്ന് എന്നിങ്ങനെ വേർതിരിച്ച് തയ്യാറാക്കേണ്ടതില്ല. ഇനി ഇതെല്ലാം ഒരേ സ്ഥലത്ത് ലഭ്യമാണ്. ഇത് സമയം ലാഭിക്കും, വ്യക്തത നൽകും, നിലവിലുള്ള കസ്റ്റമർമാരെ കൂടുതൽ കാര്യക്ഷമമായി സേവിക്കാൻ സഹായിക്കും. ചുരുക്കി പറയുമ്പോൾ, നിലവിലെ ഡാഷ്ബോർഡ് ലീഡുകളും പ്രോസ്പെക്റ്റുകളും വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. കസ്റ്റമർ ഡാഷ്ബോർഡ് നിലവിലുള്ള ക്ലയന്റ് ബന്ധങ്ങൾ, പേയ്മെന്റുകൾ, ബാലൻസുകൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടു ഡാഷ്ബോർഡുകളും ദൃശ്യപരമായി സമ്പന്നവും ഇന്ററാക്റ്റീവ് ആണും ഡാറ്റയെ അടിസ്ഥാനമാക്കി വേഗത്തിൽ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ രൂപകൽപ്പന ചെയ്തുമാണ്. കസ്റ്റമർ കെയർ ടിക്കറ്റ് രജിസ്റ്ററും ഞങ്ങൾക്കുണ്ട്. ഇത് ആക്സസ് ചെയ്യാൻ അതേ പ്രക്രിയ പിന്തുടരുക. റിപ്പോർട്ടുകൾ എന്നതിലേക്ക് പോയി ശേഷം കൂടുതൽ റിപ്പോർട്ടുകൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലേക്ക് റിപ്പോർട്ടുകൾ എന്നതിൽ കസ്റ്റമർ കെയർ ടിക്കറ്റ് രജിസ്റ്റർ കണ്ടെത്താം. ഈ റിപ്പോർട്ട് കസ്റ്റമർ പ്രശ്നങ്ങളുടെ പൂർണ്ണ ചരിത്രവും അവയുടെ നിലകളും പരിഹാര സമയരേഖകളും നൽകുന്നു. നിങ്ങൾക്ക് ഫിൽറ്ററുകൾ പ്രയോഗിക്കാനും എക്സൽ അല്ലെങ്കിൽ കരയായി എക്സ്പോർട്ട് ചെയ്യാനും ലരിഡോ ഈ റിപ്പോർട്ട് നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും കസ്റ്റമർമാർക്കും മെയിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാനും കഴിയും. അതിനാൽ നിങ്ങൾ ലോഗ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രോസ്പെക്റ്റുകൾ, ലീഡുകൾ, ടാസ്കുകൾ, അപ്പോയിന്റ്മെന്റുകൾ, കമ്മ്യൂണിക്കേഷനുകൾ, ടിക്കറ്റുകൾ, ഡേറ്റയിൽ പൂർണ്ണമായ റിപ്പോർട്ടിംഗ് പിന്തുണയുണ്ട്. ശരി, ഇനി ഇവരുടെ മേൽ ലഭ്യമായ ഏറ്റവും പുരോഗമനപരമായ ഫീച്ചറുകളിൽ ഒന്നായ നിങ്ങളുടെ കസ്റ്റമർമാർക്കുള്ള ഓൺലൈൻ സർവീസ് ആക്സസ് എന്നത് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കസ്റ്റമർക്ക് സ്വയം സേവനശേഷികൾ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ ഓപ്ഷൻ അത്യന്തം പ്രയോജനകരമാണ്. അതായത് അവർ സ്വയം ലോഗിൻ ചെയ്ത് അവരുടെ ഡാറ്റ പരിശോധിക്കാനും ഓർഡറുകൾ നൽകാനും ഡെലിവറി സപ്പോർട്ട് ടിക്കറ്റുകൾ ഉയർത്താനും കഴിയും. നേരിട്ട് നിങ്ങളെ ബന്ധപ്പെടേണ്ടതില്ല. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യം കസ്റ്റമർ മാസ്റ്ററിലേക്ക് പോവുക. ഒരു കസ്റ്റമറെ തിരഞ്ഞെടുക്കുക, ഉദാഹരണത്തിന് ദാനേയ. ഇപ്പോൾ ദമിത് എന്ന ലേബലുള്ള ചെക്ക് ബോക്സ് കണ്ടെത്താൻ സ്ക്രോൾ ചെയ്യുക. ഇത് എന്താണ് ചെയ്യുന്നത്? ഈ ഓപ്ഷൻ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ നിങ്ങളുടെ കസ്റ്റമർക്ക് ഒരു പ്രത്യേക പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. അവിടെ അവർ നേരിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ നൽകാനും അവരുടെ സെയിൽസ് ഇൻവോയ്സുകൾ കാണാനും പേയ്മെന്റ് വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്വന്തം ലെഡ്ജർ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനും ലെൻഡോ പോർട്ടലിൽ നിന്നു തന്നെ സപ്പോർട്ട് ടിക്കറ്റുകൾ ഉയർത്താനും കഴിയും. അപ്പോൾ ഇത് പ്രവർത്തനക്ഷമമാക്കാം. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, പിന്നെ ഒരു പാസ്വേഡ് നൽകുക. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സുരക്ഷിതമായ പാസ്വേഡ് സൃഷ്ടിക്കാം. കസ്റ്റമറുടെ കോൺടാക്റ്റ് ഇമെയിലും ഫോൺ നമ്പറും നൽകുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് സർവീസസ് ആപ്ലിക്കേഷൻ നോക്കാം. ദരവ്സയുടെ വെബ്സൈറ്റിലേക്ക് പോയി സർവീസസ് ലോഗിൻ പാനൽ ആക്സസ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന കമ്പനി കോഡ്, ഇമെയിൽ ഐഡി, നിങ്ങൾ ഇപ്പോൾ സജ്ജമാക്കിയ പാസ്വേഡ് എന്നിവയാണ് നിങ്ങളുടെ കസ്റ്റമർ ഉപയോഗിക്കുന്നത്. അവയെല്ലാം നൽകാം. ലോഗിൻ ചെയ്യാം. ഇതാണ് കസ്റ്റമർ കാണുന്നത്, ഒരു പ്രത്യേക സർവീസ് ഡാഷ്ബോർഡ്. ഇവിടെ നിന്ന് അവർക്ക് നേരിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഓർഡറുകൾ സൃഷ്ടിക്കാം. ഇനി വാട്സാപ്പ് ഓർഡറുകളോ ഇമെയിൽ ആശയക്കുഴപ്പമോ ആവശ്യമില്ല. എല്ലാ സെയിൽസ് ഇൻവോയ്സുകളും കാണുക, അവരുടെ ലെഡ്ജർ ആക്സസ് ചെയ്യുക, ഏജിംഗ് അനാലിസിസ് റിപ്പോർട്ട് പരിശോധിക്കുക, ബിൽവൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് റിവ്യൂ ചെയ്യുക, ഓരോ ഇൻവോയ്സിന്റെയും പേയ്മെന്റ് വിശദാംശങ്ങൾ കാണുക. ഇവയെല്ലാം ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കസ്റ്റമർക്ക് സ്വന്തമായ ഒരു സ്വകാര്യ ജാലകം നൽകുന്നതുപോലെയാണ് ഇത്, പൂർണ്ണമായും സുതാര്യവും എപ്പോഴും ആക്സസിബിളുമായ രീതിയിൽ. അതുപോലെ ടിക്കറ്റിംഗ് സിസ്റ്റവും ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ കസ്റ്റമർക്ക് എന്തെങ്കിലും പ്രശ്നമോ ചോദ്യമോ പരാതിയോ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മാനേജ് കസ്റ്റമർ കെയർ ടിക്കറ്റ് എന്നതിലേക്ക് പോയി പുതിയ ടിക്കറ്റ് ഉയർത്തി സമർപ്പിക്കാം.
അത് ചെയ്താൽ ആ ടിക്കറ്റ് നിങ്ങളുടെ പ്രധാന മേധ ഡാഷ്ബോർഡിലെ കസ്റ്റമർ കെയർ വിഭാഗത്തിൽ ആന്തരികമായി ഉയർത്തുന്ന മറ്റ് ടിക്കറ്റുകൾ പോലെ കാണപ്പെടും. ഈ ഫീച്ചർ സമയം ലാഭിക്കുന്നതു മാത്രമല്ല, വിശ്വാസവും പ്രൊഫഷണലിസവും വളർത്തുകയും ചെയ്യുന്നു, കാരണം നിങ്ങളുടെ കസ്റ്റമർമാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി എപ്പോഴും സമീപിക്കാവുന്ന ഒരിടം ഉണ്ടെന്ന് അവർക്കറിയാം. സംക്ഷിപ്തമായി പറയുമ്പോൾ, ഈ ഓൺലൈൻ സർവീസ് ആക്സസ് നിങ്ങളുടെ കസ്റ്റമർമാർക്ക് റിയൽ ടൈം ഡാറ്റ ആക്സസ് നൽകുന്നു, ഓർഡർ പ്ലേസ്മെന്റിനും ടിക്കറ്റ് സൃഷ്ടിക്കാനും സ്വയം സേവനം സാധ്യമാക്കുന്നു, പാരദർശിത്വം വർദ്ധിപ്പിക്കുന്നു, കൂടാതെ നിങ്ങളുടെ ടീമിന്റെ മാനുവൽ ശ്രമം കുറയ്ക്കുന്നു. ഇതോടെ സുഹൃത്തുക്കളെ, മേയ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് നാം എത്തിച്ചേർന്നു. ദേവ്സവ് മേഘ ഉപയോഗിച്ച് എഫിഷ്യന്റായി കസ്റ്റമർ റിലേഷൻഷിപ്പുകൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. കാണിച്ചതിന് അടുത്ത ട്യൂട്ടോറിയലിൽ വീണ്ടും കാണാം.